ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിനെ കുറിച്ചാണ്. പേര് പറയും പോലെ തന്നെ ഇതൊരു ബുള്ളിഷ് റിവേഴ്സൽ പാറ്റേൺ ആണ്. ഒരു ഡൗൺ ട്രെൻഡിലെ എൻഡിലാണ് ഇത് ഫോം ചെയ്യുന്നത്. ഈ ക്യാൻഡലിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും. ഒരു റെഡ് ക്യാൻഡിൽ അതിനെ പൂർണ്ണമായിട്ട് എൻഗൾഫ് ചെയ്യുന്ന ഒരു ബോഡിയോട് കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽ അത് ഫോം ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുന്നത്. ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു 2 മിനിറ്റ് ക്യാൻഡിലാണ് എന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ആ ഒരു 2 ക്യാൻഡിലും കമ്പൈൻ ചെയ്തിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഓപ്പൺ വരുന്നത് എവിടെയാണ്, ക്ലോസ് വരുന്നത് എവിടെയാണ്, ഹൈ വരുന്നത് എവിടെയാണ്, ലോ വരുന്നത് എവിടെയാണ്. ഇനി ഇത് വെച്ച് നമ്മൾക്കൊരു ഈ 2 ടൈം ഫ്രെയിം കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺ വരച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻഡിലായിരിക്കും കിട്ടുന്നത്. ഈ ഒരു ക്യാൻഡിൽ പാറ്റേണിൻ്റെ പേരെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നമ്മൾ മുമ്പ് സിംഗിൾ ക്യാൻഡിൽ പാറ്റേൺ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാണ് ഈ ഒരു ക്യാൻഡിൽ പാറ്റേണിൻ്റെ പേര്. നിങ്ങളത് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുന്നത് ഒരു ഡൗൺ ട്രെൻഡിൽ എൻഡിലായിരിക്കും. പക്ഷെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പും നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ ഏത് ട്രെൻഡിലാണെന്നുള്ളത് കൺഫേം ചെയ്യണം. അതുകൂടാതെ ഈ ക്യാൻഡിൽ പാറ്റേണിന് ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ആ ക്യാൻഡിൽ പാറ്റേൺ ഏത് സ്ഥലത്താണ് ഫോം ചെയ്യുന്നുള്ള കാര്യം നമ്മൾ എന്തായാലും നോക്കണം. മിക്കവാറും ഒരു സപ്പോർട്ടിലാണ് ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുമ്പേ തന്നെ ലെവൽസ് വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ ഈ ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉറപ്പോടുകൂടി ഈ ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ആ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഫോം ചെയ്താൽ തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. ഒന്ന് കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ എൻട്രി എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് എടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ചില കേസിൽ ആ ഒരു അടുത്ത ക്യാൻഡിലും ആ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ മിഡിലേക്ക് ഒരു റീട്രേസ്മെൻറ്റ് തരാറുണ്ട്. ഏകദേശം മിഡിലേക്ക് നമുക്ക് ആ ഒരു ലെവലിൽ റീട്രേസ്മെൻറ്റ് കിട്ടിയ ശേഷം വീണ്ടും ഒരു ലോവർ ടൈം ഫ്രെയിമിൽ ഒരു റിവേഴ്സൽ കണ്ടാൽ നമുക്ക് അവിടെ എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതൽ ക്യാൻഡിൽ പാറ്റേൺസായി അടുത്ത വീഡിയോകളിൽ കാണാം. താങ്ക് യു.